ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളെല്ലാവരും, അതായത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും, വടക്കേടുത്ത ഫാമിലിയിൽ നിന്ന് എല്ലാവരും കൂടെ കുഞ്ഞൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ വയനാട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇത് ഇന്നലെ രാവിലെ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ വണ്ടിയിലോട്ട് കയറി ഇരുന്നപ്പോൾ ഇതാ എല്ലാവരും ഇരുന്നിട്ടാണുള്ളത്, ആരും നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് നമ്മുടെ വയനാട്ടിലേക്കാണ്. വയനാട് ചുരമൊക്കെ കയറി കുറച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ആരും സീറ്റിലിരിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഡാൻസ് കളിക്കണം, എന്താ പറയുക, ഒരു ഹാപ്പി മൂഡ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചെറുതായിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് എണീറ്റ് നിന്ന് ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫസ്റ്റ് പോയത് അതൊക്കെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെ പോയപ്പോൾ നമ്മൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് മോളും യാമീനും ചേച്ചി എടുത്തത്. ഇവർ വിചാരിച്ച് ഞാനിവരെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണെന്ന്. പക്ഷേ അല്ല, ഇവരെ ഞാൻ പറ്റിക്കായിരുന്നു ഗൈസ്, ഞാൻ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിത് വണ്ടിയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിക്കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ആദ്യം പോയത് പൂക്കോട് തടാകം. കിച്ചുണ്ട് ധൈര്യം സമ്മതിക്കണം. കൈ കഴിക്കളെ എന്റെ പഠിച്ചോനെ. വലിക്കൊന്നും ഓളം തൊട്ട് ഓക്ക് വടിയൊന്നുമില്ല. തൊട്ടോക്ക് വാനി ഞാൻ മാനേ തരാ, എനിക്ക് പേടി കൈ നീട്ട. ഒന്നും ആന്നില്ലേ. അങ്ങനെ ഇതാ ചേച്ചിയാണ് ഇവിടെ രംഗം. കാരണം രണ്ട് കയ്യിലും നിറയെ കിളികളായിരുന്നു കേട്ടോ. നമ്മൾ ചെറുതായിട്ട് തൊട്ടുനോക്കുന്നുണ്ട്, ആർക്കും പേടിയില്ല. പക്ഷെ ഇവിടെ ഏറ്റവും പേടി എനിക്കാണ്. എനിക്കിങ്ങനെ തീറ്റ കൊടുക്കാനും തൊടാനൊക്കെ ഭയങ്കര പേടിയാണ്, എനിക്ക് എന്തോ പോലെയാണ്. അപ്പം ഞാൻ മാത്രം ഇതൊന്നും ചെയ്തില്ല, അവർ ചെയ്യുന്ന കണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തിങ്ങനെ കാണും. എനിക്കറിയത്തില്ല, പക്ഷെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരോടും അപ്പോൾ ഇത് കോഴിക്കുട്ടികൾ, അല്ല കോഴി, വലിയൊരു കോഴിയാണ്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പാമ്പിനൊക്കെ നമുക്ക് തോടിലൊക്കെ വെക്കാൻ വേണമെങ്കിൽ തരും. പക്ഷെ അതാ ഞങ്ങൾ ആരും പേടിച്ചില്ല കേട്ടോ, എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവിടെ വന്ന ഈ ഒരു സെക്ഷനിലോട്ട് കുറച്ച് കിളികളും അതുപോലെ മുഴൽ, പട്ടിക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും പിന്നെ ആ ഒരു ചില്ലിൽ പാമ്പും ഉണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് ഞാൻ ഫോണും എടുത്ത് ഓടി കേട്ടോ. പിന്നെ പ്രാവുകൾ, അങ്ങനെ അതൊക്കെ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. നമ്മുടെ തേനുണ്ടല്ലോ, തേനിൻ്റെ അതായത് ഹണി മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോയത്. ഇവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കളിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ട്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പുറത്ത് ഈ ഒരു തേനീച്ചാണ്ടില്ലേ ഇരിക്കുന്നത്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അവിടെ കയറി ഇരിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ തന്നെ മോൾ എന്നോട് പറയുന്നുണ്ട്, പിന്നെ അത് വേണം, അവിടെ കയറണം, കുഞ്ഞിന് കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ആൺകുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ നോക്കി പിന്നെ ഇതാ പിള്ളേർക്ക് കളിക്കേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ അവരവിടെ വെച്ച് അതിൽ കയറ്റി എല്ലാവരും ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ്. എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു റിലാക്സ് ആയിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട്, എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒത്തുകൂടുന്നതിന് ആദ്യമായിട്ടായിരിക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ കാരാപ്പുഴ ഡാമിലോട്ടാണ് പോയത്. ഇവിടെ ഞങ്ങളൊന്നിലും കയറാനൊന്നും നിന്നില്ല, കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് അവിടെയൊക്കെ നടന്ന് കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ പിള്ളേർ കുറേ അവിടെ ഇവിടെ കയറി ഞങ്ങൾ പാട്ടിൻ്റെ ഓരോ സമയത്തിന് മൊത്തം ഫാമിലി അത് നമ്മൾ പോകുമ്പം കണ്ടില്ലായിരുന്നു. എല്ലാവരും വീട്ടിൽ
സെക്ഷനാണ് ഓരോന്നോരോന്ന്. ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇതിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇത് നമ്മൾ ആഡ് ചെയ്യാണ്, നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ.